ഇന്ന് 9 രൂപ കൊടുത്തു, 10 രൂപ കൊടുത്തു, 12 രൂപ കൊടുത്തു. മൊത്തം ആട്ടമടല ഇതെല്ലാം ഓരോ നല്ല വിറ്റഴിവായിരുന്നു. കാര്യം ആൾക്കാർ വന്ന കസ്റ്റമർ ഒന്നും തിരിച്ച് മടങ്ങി പോയിട്ടില്ല, എല്ലാവരും ചെയ്തെടുത്തു. അതെ അതെ, ഇതാ ഇപ്പൊ ഈ വണ്ടിയിൽ തന്നെ 8 എണ്ണം ഇപ്പൊ കൊണ്ടുപോകാൻ വേണ്ടിട്ട് അവർ സെലക്ഷൻ ചെയ്ത്. അതെ അതെ അതെ, കച്ചവടക്കാരാണ്. പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നത്. ഇപ്പോഴായാലും 10 മണിയാവും നിന്നിട്ടുള്ള അവിടെ എല്ലാം നല്ല കച്ചവടം നടന്നു. അതെ അതെ, പുള്ളി ബിസിയാണ്, എല്ലാരും ബിസിയാണ്. അതുകൊണ്ട് എല്ലാവരെയും 2 പോത്ത് വെച്ചിട്ടുണ്ട്. 2 രണ്ടെണ്ണം പോകുന്നു, 2 പോകുന്നു അല്ലേ? ആ കമ്പിയിലൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ടേ. കോഴഞ്ചേരി ആറന്മുള പിള്ളേർ വന്ന് 3 എണ്ണം. അതെ 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 അതെ, ആ ഈ 8 എണ്ണം കൊടുത്തിട്ടിരിക്കുന്നത്. ഇപ്പൊ എല്ലാം ഒതുങ്ങി കഴിഞ്ഞാൽ പോത്ത് ഇതിന്റെ പകുതിയാവും. ആവുന്നല്ലോ. അതുകൊണ്ട് ഈ തൊപ്പിക്കാരൻ ചേട്ടന്മാരല്ലേ നിൽക്കുന്നത്? അതെ 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 അതെ, അതെല്ലാം കച്ചവടക്കാരല്ലേ? അതെ അതെ, കച്ചവടക്കാരൻ. ബാക്കിയെല്ലാം ഇത്രയും പോത്താണുള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും മൊത്തത്തിൽ ചന്ത മൊത്തത്തിൽ നമ്മള് വൃത്തിയാക്കുമായിരുന്നു. അതെ അതെ, ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട്. ഒരു 10 രൂപ, 12 രൂപ, 15 രൂപ, പല ടൈപ്പിലുള്ള സാധനങ്ങൾ നിരക്കിലുള്ളതാണ്. അപ്പൊ നമ്മുടെ ഞായറാഴ്ച തിങ്കളാഴ്ച നമ്മുടെ മാമത്ത് വരിക, നല്ല പോത്തിനെ എടുത്തോണ്ട് പോകും അല്ലെ? പോത്തിനെ ഇപ്പൊ എല്ലാവരും അത്യാവശ്യം പൈസയും കാണും. അല്ല, ഇപ്പൊ പെരുന്നാളല്ലേ, എല്ലാം വീടുകളിൽ കിടക്കുന്ന വലിയ വലിയ പോത്തുകളൊക്കെ എല്ലാം ഇറങ്ങിയിട്ട് ചെറിയ കുട്ടികളൊക്കെ എടുക്കാൻ വളർത്താൻ പറ്റുന്ന പരുവത്തിലുള്ള എല്ലാ അടിപൊളി കുട്ടികളുണ്ട്. ഏത് കസ്റ്റമർക്ക് വന്നിരുന്നാലും നമുക്ക് അത് വില പേശി എടുക്കാവുന്നതാണ്. എത്ര ദൂരത്തിലായിരുന്നാലും കൊണ്ടുപോകുന്ന വണ്ടി സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അവരവർക്കുള്ള വണ്ടി ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരലാണ് ഏറ്റവും നല്ലത്. സ്വന്തം വണ്ടി, ഇവരൊക്കെ സ്വന്തം വണ്ടി വന്നവരാ അല്ലേ ചേട്ടാ? അല്ലേ, എവിടുന്ന സ്ഥലം എവിടാ? നെയ്യാറ്റിൻകര. ഓക്കെ, ചേട്ടന്റെ വണ്ടിയാണത്? അവരുടെ വണ്ടി വന്നതാ. ഡീസൽ അടിച്ചാൽ പോരെ? ഒത്തിരി നേരം വെയിറ്റ് ചെയ്യണം അല്ലേ? വാങ്ങിച്ചാൽ അപ്പൊ തന്നെ കയറ്റി പോവാം. ഓക്കെ, അതൊക്കെയാണ് ഈ പ്രാവശ്യത്തെ ചന്തയില്. നമ്മുടെ ഡേറ്റ് നമ്മുടെ മെയ് 3. നാളെ ഇലക്ഷൻ റിസൾട്ടാ. മെയ് 3-ാം തീയതി ഉള്ള കച്ചവടമാണ് നിങ്ങൾ കണ്ടത്. അപ്പൊ ഇനി ബാക്കി ഇത്രയും കുട്ടികളുണ്ട്. അപ്പൊ ഇത് വൈകുന്നേരത്തേക്ക് നാളത്തേക്കാണ്ട് കാലിയാവും. ഓക്കെ, തീർച്ചയായിട്ടും.